വഖഫ് നിയമ ഭേദഗതി പരിശോധിക്കാൻ സംയുക്ത പാർലമെന്ററി സമിതി ഇന്ന് രൂപീകരിക്കുകയാണ്. പ്രതിപക്ഷത്തിന്റെ പ്രതിഷേധങ്ങൾക്കിടയിലാണ് ഭേദഗതി ബിൽ ഇന്നലെ കേന്ദ്ര ന്യൂനപക്ഷ മന്ത്രി കിരൺ റിജിജു ലോക്സഭയിൽ അവതരിപ്പിച്ചത്. ജനതാദൾ യുണൈറ്റഡും TDPയും ശിവസേന ഷിൻഡെ വിഭാഗവും ബില്ലിനെ പിന്തുണച്ചു. ജിഷ്ണു കൃഷ്ണൻ ചേരുന്നുണ്ട് ഡൽഹിയിൽ നിന്ന്. ഒപ്പം അല്പം മുമ്പ് നമ്മോടൊപ്പം ചേർന്ന അരുൺ ആലത്തൂർ, തമിഴ്നാട്ടിലെ തിരുച്ചിറപ്പള്ളി ജില്ലയിലെ തിരുച്ചെന്തുറയിൽ നിന്ന് അരുൺ ആലത്തൂരും ചേരുന്നുണ്ട്. ജിഷ്ണുവിലേക്കാണ് ആദ്യം. ഇന്നലെ പ്രതിപക്ഷ വിമർശനങ്ങൾ, ചില വിചിത്ര വാദങ്ങൾ ഉയർന്നു. ഗുരുവായൂർ ദേവസ്വം ബോർഡിൽ മുസ്ലിങ്ങൾ ഇല്ലല്ലോ എന്നൊക്കെയുള്ള വാദങ്ങളുമായി കോൺഗ്രസ് നേതാവ് KC വേണുഗോപാൽ രംഗത്തെത്തിയിരുന്നു. എന്തായാലും വഖഫ് നിയമ ഭേദഗതിക്കെതിരെ വന്ന വിമർശനങ്ങൾക്ക്, വഖഫ് നിയമ ഭേദഗതി എന്തിന് എന്നുയർന്ന ചോദ്യങ്ങൾക്കുള്ള മറുപടി നേരിട്ടുള്ള മറുപടിയാണ്, അല്ലെങ്കിൽ അതിന്റെ പല കാരണങ്ങളിൽ ഒന്നാണ് അരുൺ ആലത്തൂർ തിരുച്ചെന്തുറയിൽ നിന്ന് നൽകിക്കൊണ്ടിരിക്കുന്നത്. ജിഷ്ണു, ഇപ്പോഴുള്ള അവസ്ഥ എന്താണ്? നിയമം എപ്പോഴേക്ക് പാസ്സാക്കാനാകും? രാജ്യസഭയിൽ ഇതിന് വേണ്ട പിന്തുണ ലഭിക്കും എന്ന് കരുതുന്നുണ്ടോ ജിഷ്ണു? തീർച്ചയായും ഈ നിയമ ഭേദഗതി നടപ്പിലാക്കും എന്ന ആത്മവിശ്വാസം തന്നെയാണ് കേന്ദ്ര സർക്കാർ വ്യക്തമാക്കുന്നത്. ന്യൂനപക്ഷകാര്യ വകുപ്പ് മന്ത്രി കിരൺ റിജിജു വ്യക്തമാക്കിയിട്ടുള്ളത്. ഈ ഒരു നിയമ ഭേദഗതി കൊണ്ടുവന്നത് തന്നെ രാജ്യത്തെ വിവിധ മേഖലകളിലുള്ള മുസ്ലിം സഹോദരന്മാരുമായി ചർച്ച നടത്തി, ഒപ്പം സംസ്ഥാന വഖഫ് ബോർഡുകളുമായും ചർച്ച നടത്തി വിശദമായ പഠനത്തിന് ശേഷമാണ് ഇത്തരത്തിലൊരു നിയമ ഭേദഗതി സർക്കാർ കൊണ്ടുവന്നിട്ടുള്ളത്. അതുകൊണ്ട് ആ നിയമ ഭേദഗതി വളരെ കൃത്യമായി തന്നെ രാജ്യത്ത് നടപ്പാക്കും എന്നുള്ള പ്രതികരണമാണ് കിരൺ റിജിജു നടത്തിയിട്ടുള്ളത്. ഒപ്പം ചോദിച്ചതുപോലെ ഈ നിയമം ഇനി എപ്പോഴത്തേക്ക് പാസ്സാക്കാൻ സാധിക്കും, രാജ്യത്തിന്റെ നിയമനിർമ്മാണ സഭയിൽ അതെപ്പോൾ പാസ്സാക്കും എന്നുള്ളതാണ് ഉറ്റുനോക്കുന്നത്. കാരണം ഇന്നലെ ലോക്സഭയിൽ ഈ നിയമ ഭേദഗതി കിരൺ റിജിജു അവതരിപ്പിച്ചിരുന്നു. അതിനുശേഷം അംഗങ്ങളുടെ അഭിപ്രായ പ്രകാരമാണ്, പ്രതിപക്ഷത്തിന്റെ കൂടി അഭിപ്രായം കണക്കിലെടുത്തുകൊണ്ടാണ് ഈ നിയമ ഭേദഗതി ബില്ല് ഇപ്പോൾ പാർലമെന്റിന്റെ സംയുക്ത സമിതിക്ക് വിട്ടിട്ടുള്ളത്. ഇന്ന് ആ സമിതി രൂപീകരിക്കുമെന്നാണ് മനസ്സിലാക്കുന്നത്. സംയുക്ത സമിതി ഈ വിഷയം കൃത്യമായി പഠിക്കും. ആവശ്യമായിട്ടുള്ള മാറ്റങ്ങൾ വരുത്തണമെങ്കിൽ, ഏതെങ്കിലും തരത്തിലുള്ള മാറ്റങ്ങൾ വരുത്തണമെങ്കിൽ അത് നിർദ്ദേശിക്കും, ശുപാർശകൾ മുൻപോട്ട് വയ്ക്കും. അതിനുശേഷം വീണ്ടും ബില്ല് അവതരണം ഉണ്ടാകും, അത് പാസ്സാക്കുന്ന സാഹചര്യം ഉണ്ടാകും. രാജ്യസഭയിലും ഇപ്പോൾ ബില്ല് അവതരണത്തിനും അത് പാസ്സാക്കുന്നതിനുമുള്ള ഭൂരിപക്ഷമുണ്ട് എന്ന കൃത്യമായ ആത്മവിശ്വാസമാണ് കേന്ദ്ര സർക്കാരിനുള്ളത്. അതുകൊണ്ട് രാജ്യസഭയിലേക്ക് എത്തുമ്പോഴും ബില്ല് പാസ്സാകുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. എന്നാൽ അതിനപ്പുറത്തേക്ക് രാജ്യത്തിൻ്റെ നിയമനിർമ്മാണ സഭയ്ക്കും നിയമനിർമ്മാണ സഭയിലൂടെ രാജ്യത്തെ മുഴുവൻ ജനങ്ങളിലേക്കും എന്താണ് ഈ വഖഫ് നിയമ ഭേദഗതി ബില്ലിലൂടെ ഉദ്ദേശിക്കുന്നത് എന്നുള്ളത് ഈ ചർച്ചകളിലൂടെ ഉണ്ടാകും എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. അതിൻ്റെ വളരെ കൃത്യമായ രൂപം ഇന്നലെ കിരൺ റിജിജു തന്നെ ലോക്സഭയിൽ നൽകിയിരുന്നു. അതായത് ഇതൊരു മതസ്വാതന്ത്ര്യത്തിന് മേലുള്ള കടന്നുകയറ്റമോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു മതസ്വാതന്ത്ര്യം ഇല്ലാതാക്കുന്നതോ അല്ല, മറിച്ച് വഖഫ് ബോർഡിൻ്റെ പ്രവർത്തനങ്ങളെ കൂടുതൽ ഏകീകരിക്കുന്നതിനും അതിന് രാജ്യത്തിൻ്റെ നിയമത്തിനുള്ളിൽ കൊണ്ടുവരുന്നതുമാണ്. പ്രത്യേകിച്ച് രാജ്യത്ത് വഖഫ് ബോർഡിന് കീഴിലുള്ള സ്വത്തുവകകൾ അത് സംബന്ധിച്ച് കൃത്യമായ രേഖകളോ അല്ലെങ്കിൽ അതിന് കൃത്യമായ ഓഡിറ്റോ നടക്കുന്നില്ല. അതുകൊണ്ട് അത് കൃത്യമായി ഓഡിറ്റ് ചെയ്യപ്പെടുന്നതായിരിക്കും. ഒപ്പം ഒരു കേന്ദ്ര കൗൺസിൽ വഖഫ് ബോർഡിന് കൊണ്ടുവരും. അതിൽ മുസ്ലിം വിഭാഗത്തിൽ നിന്നുള്ള ആളുകളുണ്ടാകും, ഒപ്പം കേന്ദ്രമന്ത്രി ഉണ്ടാകും, പ്രദേശത്തെ ജനപ്രതിനിധികളുണ്ടാകും, ദേശീയ തലത്തിൽ പൊതുസമ്മതനായിട്ടുള്ള 3-4 പേര്, ഒപ്പം സുപ്രീം കോടതിയിലെയും ഹൈക്കോടതിയിലെയും വിരമിച്ച ജഡ്ജിമാർ, അങ്ങനെ അവരെ ഉൾപ്പെടുത്തിക്കൊണ്ടൊരു കേന്ദ്ര കൗൺസിൽ, കൂടാതെ സംസ്ഥാന വഖഫ് ബോർഡ്. അത്തരത്തിൽ ആ വഖഫ് ബോർഡിനെ ക്രമീകരിച്ചുകൊണ്ട് അതിൻ്റെ പ്രവർത്തനങ്ങൾ ഏകീകരിക്കുക. ഒപ്പം മുസ്ലിം വിഭാഗത്തിലെ തന്നെ മുഴുവൻ വിഭാഗങ്ങൾക്കും, അതിലെ സുന്നി ഷിയ തുടങ്ങി മുഴുവൻ വിഭാഗങ്ങൾക്കും ആ വഖഫ് ബോർഡിൽ പ്രാതിനിധ്യം നൽകുക, വനിതകൾക്ക് പ്രാതിനിധ്യം നൽകുക തുടങ്ങി കാലത്തിനനുസൃതമായൊരു മാറ്റമാണ് വഖഫ് ബോർഡിൽ കൊണ്ടുവരുന്നത്. അതിനാണ് 1995 ആ വഖഫ് നിയമ ഭേദഗതി കൊണ്ടുവന്നത് തന്നെ ഏകീകൃത വഖഫ് നിർവഹണ ശാക്തീകരണ നൈപുണ്യ വികസന നിയമം എന്ന പേരിലാണ് ഈ ഒരു നിയമ ഭേദഗതി ഇപ്പോൾ കേന്ദ്ര സർക്കാർ കൊണ്ടുവന്നിട്ടുള്ളത്. അതിൻ്റെ നടപടിക്രമങ്ങളിലേക്ക് ഇന്നലെ തന്നെ സർക്കാർ കടന്നു കഴിഞ്ഞു. ലോക്സഭയിൽ കേന്ദ്ര ന്യൂനപക്ഷകാര്യ ക്ഷേമ വകുപ്പിൻ്റെയോ പാർലമെന്റ് കാര്യത്തിൻ്റെയും ചുമതലയുള്ള മന്ത്രി കിരൺ റിജിജു സഭയിൽ അവതരിപ്പിച്ചു. പിന്നീട് പ്രതിപക്ഷ അംഗങ്ങളുടെ കൂടി അഭിപ്രായം കണക്കിലെടുത്തുകൊണ്ടാണ് പാർലമെന്റിന്റെ സംയുക്ത സമിതിക്ക് ഇപ്പോൾ ബില്ല് വിട്ടിട്ടുള്ളത്. സംയുക്ത സമിതി രൂപീകരിക്കും. അതിനുശേഷം വിശദമായ പഠനവും ആവശ്യമായ മാറ്റങ്ങൾ വേണമെങ്കിൽ അത് അല്ലെങ്കിൽ ഏത് രീതിയിലുള്ള ശുപാർശ ഈ JPC നൽകും. അതിനനുസൃതമായിട്ടായിരിക്കും പിന്നീട് ബില്ലിന്മേലുള്ള തുടർ നടപടികൾ. ശരി.